ഹായ് എവരി വൺ, ഞാനിപ്പോൾ ജപ്പാനിലാണ്. എന്നാൽ ഈ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗല്ല. ഈ വീഡിയോയിൽ പറയുന്നത് വിസിറ്റ് വിസ കൊണ്ട് ജപ്പാനിലേക്ക് വന്നിട്ട് എങ്ങനെ ലീഗലായി ഇൻകം ഉണ്ടാക്കാം. മിക്ക ആളുകളും വിസയുടെ പേരിൽ വലിയ തുക നഷ്ടപ്പെടുത്തുന്നവരാണ് നമ്മളിൽ പകുതിയിലധികവും. എന്നാൽ എത്രത്തോളം അത് സേഫ് ആണെന്ന് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്. വിസ ചേഞ്ചിങ്, ജോബ് ഹണ്ടിങ് എന്നിവയെല്ലാം നിയമപരമായി തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജപ്പാൻ വിസ കിട്ടുക എന്നത് ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ഞാൻ നിങ്ങളെ സഹായിക്കാം. ജപ്പാനിൽ അനേകം ആൾക്കാർ ഇവിടെ വിസിറ്റ് വിസയിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടെന്നാൽ ഇവിടെ ലക്ഷങ്ങളാണ് ഇവിടെ സാലറിയായി കിട്ടുന്നത്. ഇവിടെ സാലറി ചില കമ്പനികൾ മാത്രമാണ് കൊടുക്കുന്നത്. അല്ലാതെ വേതനമാണ്, മണിക്കൂറിനാണ് ഇവിടെ വേതനം നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സാധാരണയായി വിസിറ്റിംഗ് വിസ എടുത്ത് ജപ്പാൻ സന്ദർശിക്കാം. എന്നാൽ അതിൻ്റെ പുറകെ നിങ്ങൾക്ക് ജോലി നേടാനും നിയമപരമായി വിസ മാറ്റാനും ചില കാറ്റഗറികളുണ്ട്. ഇവിടെ വന്നാലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ പഠിപ്പുള്ളവനും പഠിപ്പില്ലാത്തവനും ഒരേപോലെ കാശ് ഉണ്ടാക്കാം എന്നതാണ്. നിങ്ങൾക്ക് എന്ത് ജോലി എടുത്താലും കാശുണ്ടാക്കാൻ ഉള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് ധൈര്യമായി കയറി വരാം. ദയവായി ഏജൻസിക്ക് ആരും തന്നെ 10-12 ലക്ഷം രൂപയൊന്നും തന്നെ കൊടുത്ത് കയറി വരരുത്. കാശ് സമ്പാദിക്കാൻ താല്പര്യമുള്ളവർക്ക്, നിങ്ങൾക്ക് അധികം പ്രായമാകാത്തവരാണെങ്കിൽ ധൈര്യമായി കയറി വരാം. ഇവിടെ 3-4 കൊല്ലം നിന്ന് കാശുണ്ടാക്കാം. ഗൾഫിലും മറ്റ് സ്ഥലങ്ങളിലും പോകുന്നതിലും നല്ല രീതിയിൽ തന്നെ ഇവിടുന്ന് സമ്പാദിക്കാൻ കഴിയും. എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ക്യാഷ് ഇവിടെ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കും. ജപ്പാനിലേക്ക് വിസിറ്റിംഗ് വിസയിൽ വന്ന് ജോലി ചെയ്യുന്ന കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി കമൻറ്റ് ചെയ്യുക. യൂസ്ഫുള്ളായി എന്ന് കഴിയൂ.